Your uncle was a congressman. Karge ji, at the behest of Jairam ji, spoke about Kuppusamy, who was a member of Lok Sabha, 3-time member. Sir, even if you forget that, you shouldn't forget the fact that your grandfather was a communist, sir. Thank you very much, sir. അങ്ങയുടെ അമ്മാവൻ ഒരു കോൺഗ്രസ്സുകാരനായിരുന്നു. ഇനി സാറ് വേണമെങ്കിൽ ഇത് വേണമെങ്കിൽ മറന്നോ, പക്ഷെ ഒരു കാര്യം മറക്കരുത്, താങ്കളുടെ മുത്തച്ഛൻ ഒരു കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു. I hope you will not mind that I am constrained to refer to your predecessor's completely unexpected and sudden exit from the office of the chairman, Rajya Sabha. What I want to make a very specific point is why Honorable Leader of Opposition should refer to a case which was not necessary to be raised at this moment. Number one. അങ്ങനെ നമുക്ക് വീണ്ടും പുതിയ ഉപരാഷ്ട്രപതി ഉണ്ടായി, തമിഴ്നാട്ടിൽ നിന്നുള്ള CP രാധാകൃഷ്ണൻ. നിങ്ങളൊന്ന് ഓർത്തു നോക്കിയ പല്ലും നഖവും ഒക്കെ തുറപ്പിച്ചുകൊണ്ട് പിന്നെ വലിയ പോരാടി നിന്നിരുന്ന ആ പഴയ ജഗ്ദീപ് ധൻകർ എവിടെയാണിപ്പോൾ? അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും അറിയാൻ നമ്മൾക്കാർക്കും ഒരു വഴിയില്ല. അദ്ദേഹം മിണ്ടുന്നു പോലും ഇല്ല അല്ലേ? ഇന്നലെ പാർലമെന്റിന്റെ ശൈത്യകാല സമ്മേളനം ആരംഭിച്ചിട്ടുണ്ട്. ഇനി ഒരു 10-15 ദിവസം പാർലമെന്റ് സമ്മേളനം ഉണ്ടാവും. അതിൽ ജഗദീപ് ധൻകറെ കുറിച്ച് വാക്പോരും തർക്കവും അടിപിടിയും ഉണ്ടായി. ആദ്യം നമുക്ക് ജോൺ ബ്രിട്ടാസ് MP പ്രസംഗം കാണാം. അത് കഴിഞ്ഞിട്ട് പ്രതിപക്ഷ നേതാവ് മല്ലികാർജുൻ ഖാർഗെയും കേന്ദ്രമന്ത്രി കിരൺ റിജിജുവും JP നദ്ദയും ഒക്കെ തമ്മിൽ ജഗദീപ് ധൻകറിന്റെ പേരിൽ നടന്ന അടിപിടിയും കൂടി കാണാം. You said that you intend to promote 4 Ds. That is dialogue, deliberation, debate and discussion. ജോൺ ബ്രിട്ടാസ് MP സംസാരിച്ചത് എന്റെ പാർട്ടിയായ CPIM-ന്റെയും കേരളത്തിന്റെയും പേരിൽ ഊഷ്മളമായ സ്വാഗതവും ആശംസകളും അറിയിക്കുന്നു സർ. മറ്റു പാർട്ടികളെ മാത്രം ശ്രദ്ധിക്കാതെ താങ്കൾ ഇടയ്ക്ക് ഇടതാശയങ്ങളെയും പാർട്ടികളെയും ഒന്ന് ഗൗനിക്കണം. തങ്ങളുടെ പാർട്ടി ചായ്വുകൾ നോക്കാതെ ഇപ്പോൾ എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പാർലമെന്ററി ചർച്ചകളുടെ നിലവാരമില്ലായ്മയെ കുറിച്ചാണ്. പോയി ആ പഴയ നിലവാരം തിരികെ കൊണ്ടുവരാനും നിലനിർത്താനുമുള്ള വലിയൊരു ഉത്തരവാദിത്വം താങ്കൾക്കുണ്ട്. ഒരു വർഷം 135 സിറ്റിംഗ്സ് നടക്കേണ്ടിയിരുന്നിട്ട് നാം വെറും 55-ൽ എത്തി നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഓരോ ചർച്ചയിലും ഉണ്ടായിരിക്കേണ്ട കർമ്മോത്സുകത അതിന്റെ ഏറ്റവും മോശം നിലവാരത്തിലാണ് എന്ന് പറയേണ്ടി വരും. അങ്ങേപോലെ ഒരു പൊതുപ്രവർത്തകൻ, അതും ദ്രവീഡിയൻ അന്തസത്തയിൽ വേരൂന്നിയ ഒരു വ്യക്തി, കേരളവുമായി ആത്മബന്ധമുള്ള ഒരാളെന്ന നിലയിൽ സാറിന്റെ പദവിയിൽ ഞാൻ വളരെ സന്തുഷ്ടനാണ്. ഇപ്പൊ താങ്കൾക്ക് പാർട്ടി ഇല്ല, പക്ഷെ താങ്കളുടെ ആദ്യത്തെ പാർട്ടിയുടെ മെമ്പർഷിപ്പുമായി ബന്ധപ്പെട്ട് താങ്കൾ കേരളത്തിലൂടെ നീളം സഞ്ചരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കും ഉള്ള ഒരു ഫീല് താങ്കൾ കേരളത്തെയും പ്രതിനിധീകരിക്കുമെന്നാണ്. സർ, പ്രതിപക്ഷ നേതാവ് ഇവിടെ S രാധാകൃഷ്ണന്റെ ശക്തമായ ഒരു കോട്ട് പറയുകയുണ്ടായി. അതിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, പ്രതിപക്ഷത്തെ ന്യായമായും സ്വതന്ത്രമായും വിമർശിക്കാൻ അനുവദിച്ചില്ലെങ്കിൽ ജനാധിപത്യം സ്വേച്ഛാധിപത്യത്തിലേക്ക് ക്ഷയിച്ചു പോകുമെന്നാണ്. ആ ഉദ്ധരണി ഇക്കാലത്ത് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നു. ഖാർഗെനെ കോട്ട് ചെയ്താ പറയുന്നത്. താങ്കൾ അത് ഓർക്കുന്നുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. താങ്കളുടെ ആദ്യത്തെ ഇടപെടൽ ട്രഷറി ബെഞ്ചിലുള്ളവരോട് ഇന്ന് ഇരിക്കാൻ പറഞ്ഞതാണ്. താങ്കൾ ശരിയായ ദിശയിലാണ് സർ, അത് തന്നെ തുടരണം. ട്രഷറി ബെഞ്ചിൽ ഇരിക്കുന്നത് BJP-ക്കാരാണ്. സർ, പാർലമെന്ററി ജനാധിപത്യത്തിന് 2 തൂണുകളുണ്ട്. ഒന്ന് നിയമനിർമ്മാണ സഭയോട് അംഗങ്ങൾക്കുള്ള അക്കൗണ്ടബിലിറ്റി, രണ്ടാമത്തേതാണ് സർ പ്രതിപക്ഷം എന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ. സർ, ഏതൊരു സാഹചര്യത്തിലും ഞങ്ങൾക്ക് പറയാനുള്ളത് പറയാൻ പറ്റണം. അവർക്ക് അവരുടേതായ മറ്റു വഴികളുണ്ടല്ലോ കാര്യങ്ങൾ പറയാൻ. ഞങ്ങൾക്ക് പറയാനുള്ളത് പറയാൻ അനുവദിക്കുന്നില്ല എന്നതാണ് നമ്മുടെ ഈ കാലത്തെ ഏറ്റവും വലിയൊരു വിഷമം. പാർലമെന്റിൽ കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ MP-മാരെ സസ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 2 സഭകളിലുമായി ഏകദേശം 206 പേരെന്നാണ് കണക്ക്. 2 വർഷം മുമ്പത്തെ ശീതകാല സമ്മേളനത്തിന്റെ ഒരു കണക്കെടുത്താൽ 146 MP-മാരെയാണ് സസ്പെൻഡ് ചെയ്തത്. ഈ സഭയിലെ പ്രതിപക്ഷത്തിന്റെ അസാന്നിധ്യത്തിലാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട നിയമങ്ങൾ വരെ പാസാക്കി വിട്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നിരവധി പേരെ ഉദ്ധരിച്ചുകൊണ്ട് പലരും സംസാരിച്ചു. ഞാൻ ഇവിടെ ഡോക്ടർ BR അംബേദ്കറിനെയാണ് കോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കാരണം അത് എല്ലാത്തിനേക്കാളും പ്രധാനപ്പെട്ടതാണ്. രാജ്യസഭയുടെ മൗലികവും പ്രസക്തവുമായ ഉത്തരവാദിത്വത്തെ കുറിച്ചാണ് അംബേദ്കർ പറഞ്ഞത്. അദ്ദേഹം രാജ്യസഭയ്ക്കായി 3 സുപ്രധാന ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ഇത് റിവിഷനും റിവ്യൂവിനുമുള്ള ഒരു സഭയാണ്. അതാണ് ആദ്യത്തെ സുപ്രധാന ഉത്തരവാദിത്തം. നമ്മൾ അതിനെ എവിടെയെങ്കിലും അങ്ങനെയൊന്നും ഉണ്ടോ സാർ? മുകളിലോ താഴെയോ എവിടെയെങ്കിലും ഉണ്ടോ? രണ്ടാമത്തെ ഉത്തരവാദിത്തം എന്ന് പറഞ്ഞാൽ
ധൃതിയിലും ഉദ്ദേശശുദ്ധിയില്ലാതെയും ഉണ്ടാക്കുന്ന നിയമങ്ങളുടെ മേലൊരു തടയിടുക എന്നുള്ളതാണ്. താങ്കൾ ഈ സഭയിൽ പുതിയതായതുകൊണ്ട് ഇവിടെ എന്താണ് നടക്കുന്നത് എന്നതിന്റെ ഒരു ചുരുക്കം ഞാൻ പറഞ്ഞു തരാം. 2019-നും 2024-നും ഇടയിൽ രാജ്യസഭയിൽ 34% ബില്ലും പാസ്സാക്കിയത് 1 മണിക്കൂർ പോലും ഒരു ചർച്ചയും ചെയ്യാതെയാണ്. അതേ കാലയളവിൽ ഏകദേശം 60% ബില്ലുകളും പാസ്സാക്കിയത് 2 മണിക്കൂറിൽ താഴെ മാത്രം ചർച്ച നടത്തിക്കൊണ്ടാണ്. ഇതാണോ അംബേദ്കർ പറഞ്ഞ ദുഷ്ടലാക്കോടെ ധൃതിയിൽ നടത്തുന്ന നിയമനിർമ്മാണത്തിന് തടയിടുക എന്ന് പറയുന്നത്? ഈ ചോദ്യം താങ്കളുടെ കാതുകളിൽ മുഴങ്ങണം സർ. അംബേദ്കർ വ്യക്തമാക്കിയതുപോലെ ഈ സഭയുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്തം ഫെഡറൽ ചട്ടക്കൂടിലുള്ള സംസ്ഥാനങ്ങളെ സംരക്ഷിക്കലാണ്. എന്താണ് അതിന്റെ ഒരു സ്റ്റാറ്റസ്? നമ്മുടെ സംസ്ഥാനങ്ങൾ ചോര പൊടിക്കുന്നു, ഞങ്ങൾ കേണപേക്ഷിച്ച് ഇവിടെ കരയുന്നു. പക്ഷേ ഈ സഭ ബധിരരും മൂകരുമാകുന്നു. ഇവരുടെ ചെവിയിൽ ഒന്നും വീഴുന്നില്ല സംസ്ഥാനങ്ങൾ പറയുന്നത്. ഫെഡറൽ വിഷയങ്ങൾ വരുമ്പോൾ കാണിക്കുന്ന മനോഭാവത്തെക്കുറിച്ച് താങ്കളൊന്ന് ദയവായി ചിന്തിക്കണം സർ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥിതി വിവരക്കണക്കാണ്. ഒരുപക്ഷെ താങ്കൾക്ക് ഇത് ഭാവിയിൽ ഉപകാരപ്പെടുമായിരിക്കും. ഇതുവരെയുണ്ടായ 15 വൈസ് പ്രസിഡന്റുമാരിൽ 6 പേർ പ്രഥമ പുരുഷന്മാരായി, അതായത് ഇന്ത്യയുടെ രാഷ്ട്രപതിയായി. ഈ 6 പേരെയും കൂട്ടിയോജിപ്പ് എല്ലാവർക്കും ഉണ്ടായിരുന്ന ഒരു പ്രത്യേകതയുണ്ട്. അവർ പ്രതിപക്ഷത്തെ ഉയർത്തിപ്പിടിക്കുന്ന അവരുടെ ഒരു ചേതന, പ്രതിപക്ഷത്തെ നന്നായി കണ്ടിരുന്നു എന്നാണ് പറഞ്ഞത്. താങ്കൾക്കും ഇത് വലിയൊരു ഇൻപുട്ട് ആയിരിക്കും. ഞങ്ങളോട് നന്നായി പെരുമാറിയ രാഷ്ട്രപതിയാകാൻ 2025 സെപ്റ്റംബർ 6 താങ്കൾ തന്നെ പറഞ്ഞ വാക്കുകൾ പറഞ്ഞുകൊണ്ട് ഞാനിത് അവസാനിപ്പിക്കാം. 4 ഡികൾ പ്രോത്സാഹിപ്പിക്കാൻ താൻ ആഗ്രഹിക്കുന്നു എന്നാണ് താങ്കൾ അന്ന് പറഞ്ഞത്. ഡയലോഗ്, ഡെലിബറേഷൻ, ഡിബേറ്റ്, ഡിസ്കഷൻ എന്നിവയാണ് ആ 4 ഡികൾ. സർ, ഞങ്ങൾ നിങ്ങളെ പൂർണ്ണമായും പിന്തുണയ്ക്കുന്നു. താങ്കൾ വിജയിക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. താങ്കളുടെ വിജയം ഈ സഭയുടെയും രാജ്യത്തിന്റെയും വിജയമായിരിക്കും. ഇനി അല്പം തമാശയായി പറയട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ആ വീഡിയോയുടെ ഇൻട്രോയിൽ പറഞ്ഞ ആ കാര്യം പറയുന്നത്. അങ്ങയുടെ അമ്മാവൻ ഒരു കോൺഗ്രസ്സുകാരനായിരുന്നു എന്ന് ജയറാം രമേശിനെ കോട്ട് ചെയ്തുകൊണ്ട് ഗാർഗേജി പറഞ്ഞു. 3 തവണ ലോക്സഭാ അംഗമായിരുന്നു കുപ്പുസ്വാമി. ഇനി സാർ അത് മറന്നാലും ഒരു കാര്യം മറക്കരുത്, താങ്കളുടെ മുത്തശ്ശൻ കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ജോൺ ബ്രിട്ടാസ് പ്രസംഗം അവസാനിപ്പിക്കുന്നത്. നന്ദി. लोकतंत्र में हम एक दूसरे के प्रति सम्मान देना चाहिए. आप बैठिए जी, आप बैठिए. ये तो एलओपी साहब. അപ്പൊ അടുത്തതായി നമുക്കിനി ശീതകാല സമ്മേളനത്തിന്റെ ആദ്യ ദിവസം തന്നെ രാജ്യസഭയെ പ്രക്ഷുബ്ധമാക്കിയ ഒരു സംഭവം കാണാം. പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെയും കേന്ദ്രമന്ത്രി കിരൺ റിജിജുവും JP നദ്ദയും തമ്മിലായിരുന്നു കടുത്ത വാക്പോരാട്ടം നടന്ന്. ജഗദീപ് ധൻകർ രാഷ്ട്രപതി സ്ഥാനം രാജിവെച്ചതിന് ശേഷം ഉപരാഷ്ട്രപതിയായ CP രാധാകൃഷ്ണനെ രാജ്യസഭാ അധ്യക്ഷനായി ഇന്നലെ അദ്ദേഹം ആദ്യമായിട്ട് സഭയിൽ വരികയാണ്. അപ്പൊ എല്ലാവരും സ്വാഗതം ചെയ്ത് സംസാരിച്ചു. ഒരു സാധാരണ പശ്ചാത്തലത്തിൽ നിന്ന് വന്ന് ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയായി തീർന്നയാളാണ് CP രാധാകൃഷ്ണൻ എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തെ കുറിച്ച് പുകഴ്ത്തി പറഞ്ഞു. അതിനുശേഷം ഉപരാഷ്ട്രപതിക്ക് അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവായ മല്ലികാർജ്ജുൻ ഖാർഗെ സംസാരിച്ചു. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സ്വത്തല്ല ഉപരാഷ്ട്രപതി എന്നാണ് ഖാർഗെ ആദ്യം തന്നെ പറഞ്ഞ പ്രകോപന വാചകം. 1952 സർവേപ്പള്ളി രാധാകൃഷ്ണൻ ഉപരാഷ്ട്രപതിയായി സ്ഥാനമേറ്റപ്പോൾ നടത്തിയ പ്രസംഗത്തിലെ വരികളെ ഖാർഗെ കോട്ട് ചെയ്ത് സംസാരിച്ചു. അന്ന് തന്റെ പ്രസംഗത്തിൽ S രാധാകൃഷ്ണൻ സംസാരിച്ചത് താൻ ഒരു പാർട്ടിയുടെയും ഭാഗമല്ലെന്നാണ്. എന്നാൽ ചില പാർലമെന്റേറിയൻസ് ഉപരാഷ്ട്രപതി തങ്ങളുടെ പാർട്ടിയിൽ നിന്നാണെന്ന് അവകാശവാദം ഉന്നയിച്ചത് കൊണ്ടാണ് തനിക്കിപ്പോ S രാധാകൃഷ്ണന്റെ വാക്കുകളെ കോട്ട് ചെയ്ത് ഇവിടെ സംസാരിക്കേണ്ടി വന്ന ഗതികേടുണ്ടായതെന്ന് കോൺഗ്രസിന്റെ പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞു. തുടർന്ന് മുൻ ഉപരാഷ്ട്രപതിയുടെ വാക്കുകൾ ഖാർഗെ വീണ്ടും കോട്ട് ചെയ്ത് വായിക്കുകയാണ്. നിലവിലെ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണന്റെ അമ്മാവൻ CK കുപ്പുസ്വാമി കോൺഗ്രസുകാരനായിരുന്നു എന്നും കോയമ്പത്തൂരിൽ നിന്ന് 3 തവണ വിജയിച്ചിട്ടുണ്ടെന്നും ഖാർഗെ പറഞ്ഞു. താങ്കൾ ഒരു കോൺഗ്രസ് കുടുംബത്തിൽ നിന്നാണെന്ന് ഓർക്കണം, അത് മറക്കാൻ പാടില്ല എന്ന് ഖാർഗെ കൂട്ടിച്ചേർത്തതിനൊപ്പം ആദ്യ ഉപരാഷ്ട്രപതി S രാധാകൃഷ്ണന്റെ പേരുള്ള നിലവിലെ ഉപരാഷ്ട്രപതിക്ക് അദ്ദേഹത്തിന്റെ മനോഭാവം കൂടെ പേരൊന്നാണല്ലോ, അപ്പൊ ആ മനോഭാവം കൂടെ ഉണ്ടാകണമെന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. പ്രതിപക്ഷമാണോ ട്രഷറി ബെഞ്ചാണോ എന്ന് നോക്കാതെ എല്ലാ അംഗങ്ങൾക്കും തുല്യ അവസരം നൽകണം, എല്ലാവരെയും സംസാരിക്കാൻ അനുവദിക്കണം എന്നൊക്കെ ഖാർഗെ സഭാധ്യക്ഷനോട് ആവശ്യപ്പെട്ടു. ഇന്ത്യൻ പാർലമെന്റിന്റെ ചരിത്രത്തിൽ കേട്ടുകേൾവിയില്ലാത്ത കാര്യമായിരുന്നു സഭാ അധ്യക്ഷനായിരുന്ന മുൻ ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകറിന്റെ അപ്രതീക്ഷിത പിൻവാങ്ങലെന്ന് ഖാർഗെ ഇതിനിടയ്ക്ക് പറഞ്ഞതോടെ ഭരണകക്ഷിക്ക് ഭയങ്കര ദേഷ്യം വന്നു. അടിപിടി അവിടെ തുടങ്ങാണ്. സഭയുടെ പൂർണ്ണ നിയന്ത്രണവും ചെയർമാനിലായതുകൊണ്ട് തന്നെ ഭരണകൂടത്തിനും പ്രതിപക്ഷത്തിനും ഒരുപോലെ അവകാശപ്പെട്ട ഒരാളാണ് സഭാധ്യക്ഷൻ എന്ന് ഖാർഗെ എടുത്തു പറഞ്ഞതോടെ വീണ്ടും ഭരണകക്ഷിയുടെ ബെഞ്ചുകളിൽ നിന്ന് ബഹളം
തുടങ്ങി, അവിടുന്ന് കച്ചറ തുടങ്ങി. അപ്പൊ ജഗ്ദീപ് ധൻഖറിന്റെ ജീവിതത്തിൽ നല്ലത് ആശംസിക്കാനും ഒരു യാത്രയപ്പ് നൽകാനും പോലും തനിക്ക് ആകാത്തതിൽ തനിക്ക് നല്ല മനോവേദനയുണ്ടെന്ന് മല്ലികാർജ്ജുൻ ഖാർഗെ കുറച്ച് കുത്തി പറഞ്ഞു. പുതിയ സഭാധ്യക്ഷൻ സഭയെ പക്ഷപാതിത്വമില്ലാതെ കാണണം, പ്രതിപക്ഷത്തെയും ട്രഷറി ബെഞ്ചിനെയും തുല്യമായി കാണണം എന്നൊക്കെ അദ്ദേഹം പറഞ്ഞിരുന്നല്ലോ. അതൊന്നും ഇവർക്ക് ഇഷ്ടപ്പെട്ടില്ല BJP-ക്കാർക്ക്. അപ്പോഴാണ് കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രിയായ കിരൺ റിജിജു പ്രതിപക്ഷ നേതാവിനെ ചോദ്യം ചെയ്തുകൊണ്ട് ചാടി പുലി ഇറങ്ങി വരുന്ന പോലെ വരികയാണ്. എന്തിനാണ് ഇങ്ങനെ അനാവശ്യമായിട്ട് ജഗ്ദീപ് ധൻഖറിന്റെ പേരിവിടെ കൊണ്ടുവന്നതെന്നായിരുന്നു റിജിജുവിന്റെ ചോദ്യം. പ്രധാനമന്ത്രി എത്ര അന്തസ്സോടെയാണ് പുതിയ സഭാധ്യക്ഷനെ കുറിച്ച് സംസാരിച്ച് എന്തുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് അനാവശ്യമായ കാര്യമൊക്കെ ഇവിടെ പറഞ്ഞും കൊണ്ടുവരുന്നത് എന്ന് പറഞ്ഞാൽ ഇവർക്ക് അസ്വസ്ഥത ഏതൊക്കെ. ശരിക്കും ജഗ്ദീപ് ധൻഖർ എന്തായത്, എന്തിനാ അയാൾ പോയെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ധൻഖറിനെ പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് നോട്ടീസ് നൽകിയതല്ലേ? ഈ ഒരു നേരത്തെ ഈ വിഷയം ഇവിടെ കൊണ്ടുവന്നത് എന്തിനാണെന്നാണ് കിരൺ റിജിജുവിന്റെ ചോദ്യം. അത് രാഷ്ട്രീയം, പക്ഷെ ഇയാൾ എവിടെയാ നമുക്കറിയണ്ടേ അല്ലേ? നിങ്ങൾ മുൻ ചെയർമാനോട് ഉപയോഗിച്ച വാക്കുകൾ, അദ്ദേഹത്തെ അപമാനിച്ച വിധം, ഇതിന്റെ എല്ലാം കോപ്പി ഇപ്പോഴും ഞങ്ങളെ പക്കലുണ്ടെന്ന് പറഞ്ഞ് റിജിജു. പിന്നെ വലിയൊരു നന്മയായിരുന്നല്ലോ ജഗദീപ് ധൻഖർ, എന്ത് മോശമായിട്ടാ പ്രതിപക്ഷത്തോട് പെരുമാറിക്കൊണ്ടിരുന്നത്. അതേസമയം പുതിയ സഭാധ്യക്ഷനെ അന്തസ്സോടെ സ്വാഗതം ചെയ്യണമെന്ന് മുൻ അധ്യക്ഷനെ കുറിച്ച് സംസാരിക്കുന്നത് അപ്രസക്തവും സമയോചിതവും അല്ല എന്ന് പറഞ്ഞ് JP നദ്ദയും ചാടിക്കളിച്ചുകൊണ്ടൊക്കെ വന്നു. അതൊക്കെ പറയുകയാണെങ്കിൽ മതസൗഹാർദ്ദത്തിന്റെ മതമല്ല, വെറും സൗഹാർദ്ദത്തിന്റെ അന്തരീക്ഷത്തിൽ ഇപ്പൊ നടക്കുന്ന ഈ ചർച്ചകൾ ഇല്ലാതാകുന്നതുകൊണ്ട് JP നദ്ദ വലിയ ഭീഷണിയൊക്കെ മുഴക്കി ഇവിടെ സമാധാനമായി പോവാണ്, നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കേണ്ടതെന്നായി. ബീഹാർ തെരഞ്ഞെടുപ്പ് തോറ്റതിന്റെ ക്ഷീണം ഒരു ഡോക്ടറെ കണ്ടു തീർക്കണം എന്നുണ്ട് നദ്ദ മല്ലികാർജ്ജുൻ ഖാർഗെനെ പരിഹസിക്കുകയും ചെയ്തു. 2025 ജൂലൈ 21-നാണ് ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ജഗ്ദീപ് ധൻഖർ ഉപരാഷ്ട്രപതി സ്ഥാനം രാജിവെച്ച് രാത്രി മുങ്ങിയത്. അതോടെ രാജ്യസഭാ അധ്യക്ഷ പദവി സ്വാഭാവികമായും പോയി. തുടർന്ന് 2025 സെപ്റ്റംബർ 9 തമിഴ്നാട്ടുകാരനായ CP രാധാകൃഷ്ണൻ ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുത്തു. അപ്പോൾ രാജ്യസഭയിൽ ഇനി പുതിയ യുദ്ധങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത്. CP രാധാകൃഷ്ണൻ സഭയിലെത്തിയ ആദ്യത്തെ ദിവസമായിരുന്നു ഇന്നലെ. അപ്പൊ എന്തൊക്കെയാ നടക്കണേന്ന് നിങ്ങളോടും പറയണ്ടേ?